ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അതിൽ നല്ല ഈസി സ്നാക്ക് റെസിപ്പി ഉണ്ട്, നല്ല അടിപൊളി ഡിന്നർ ഉണ്ട്. അപ്പോൾ എല്ലാം ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഇനിയിപ്പോൾ ഇതാ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കലാന്ന്. ഭയങ്കര ഈസി ആയിട്ടും എന്നാൽ നമുക്ക് ചെറിയ സമയമുള്ളെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നല്ലൊരു പക്കവടേൻ്റെ റെസിപ്പിയാണ്. ഇതിപ്പോൾ നമുക്ക് ബേക്കറിയിൽ നിന്നെല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയില്ല, ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക, ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു ചോപ്പറിൽ ഇട്ട് കൊടുക്കലാണ്. ഇതിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇടേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഉള്ളി മാത്രം ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കലാണ്. പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കലാണ്. പച്ചമുളകും മല്ലിയിലൊക്കെ ചേർത്തിട്ടുണ്ട്, ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇത് 1/2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് കായപ്പൊടി ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ചേർക്കാനുണ്ട്. ഇത് 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1/2 കപ്പ് തന്നെ കടലമാവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 സ്പൂണ് അരിപ്പൊടി അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് അരിപ്പൊടിയില്ലേ നമ്മൾ പത്തൽപ്പൊടിയൊക്കെ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കലാണ്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, പക്ഷെ അത് മുഴുവനായിട്ട് എനിക്ക് ആവശ്യം വന്നിട്ടില്ല. ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പിൻ്റെ അടുത്താണ് ആവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വെള്ളം നോക്കിയിട്ട് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം ഇതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പാകത്തിനാണ് വേണ്ടത് കേട്ടോ. നമുക്കിങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് എണ്ണയിൽ ഇടാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ. ഇത് ഒരുപാട് ടൈറ്റും ആവണ്ട, എന്നാൽ തന്നെ ഒരുപാട് ലൂസും ആവണ്ട. അഥവാ വെള്ളമോ അല്ലെങ്കിൽ പൊടിയോ കൂടിപ്പോയാൽ അത് രണ്ടും ഇട്ടിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുഴച്ചെടുത്താൽ മതി. ഇതുണ്ടാക്കുന്ന ആ ഒരു ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് നല്ല കാറ്റും മഴയെല്ലാം ആണല്ലോ. അപ്പം ആ ഒരു ദിവസം നല്ല മഴയാണ് ഉണ്ടായത്. പിന്നെ ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ എന്തായാലും കുറച്ച് കച്ചറയിലായിട്ടുണ്ടാവില്ല, അപ്പോൾ അതെല്ലാം ഒന്ന് കൈയോടെ ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പണി അപ്പം ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരുപാട് പണിയൊന്നും പെൻഡിങ്ങിലുണ്ടാവില്ല, അന്നേരം തന്നെ ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പം ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. ഇതിപ്പോൾ ഇതാ ഓയിൽ ഒഴിച്ചിട്ട് ഇതിൽ ഓരോരോ ബോൾസ് ആയിട്ട് ഇട്ടിട്ട് എന്തായാലും 2 സൈഡൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കലാണ്. ഈ ഒരു ബാറ്ററിൽ വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ കുറച്ച് ചേർക്കാട്ടോ. അപ്പം അതിൻ്റെ അകത്തെല്ലാം നല്ലൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കലാണ്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ചായ വെക്കുന്ന വെള്ളം എന്നാൽ വെള്ളം തിളക്കുന്ന സമയം മതി എന്നല്ലേ പറയില്ലേ, അത്ര ഈസിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒന്ന് പഴവും കൂടി വാട്ടിയെടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ സ്നാക്സ് ഒന്നും കഴിക്കൂല കേട്ടോ, ഒരുവിധം ഒന്നും കഴിക്കൂല. ഇത് പിന്നെയും കഴിക്കുന്നൊരു സാധനമാണ്, അപ്പോൾ അതുകൊണ്ട് അതൊന്നും അതിൻ്റെ കൂടെ ഉണ്ടാക്കിയെടുക്കലാണ്. പിന്നെ ചായയെല്ലാം ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഇരുന്ന് അങ്ങനെ ചായയിലും കുടിക്കലാണ്. കുറേ ദിവസമായി ഇങ്ങനെ പുറത്തെല്ലാം ഇരുന്നിട്ടൊന്ന് ചെറിയ മഴയിലുണ്ടാകുമ്പോൾ പുറത്തെല്ലാം ഇരുന്ന് ചായ കുടിക്കാൻ ഭയങ്കര രസമല്ല. അങ്ങനെയെല്ലാം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നു. പക്ഷേ എപ്പോൾ നല്ല മഴയും കാറ്റെല്ലാം ആയതുകൊണ്ട് അങ്ങനെ പുറത്തൊന്നും ഇറങ്ങലില്ല. ഇന്നിപ്പോൾ കുറച്ച് മുന്നേ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഒന്ന് കുറച്ചൊന്ന് കുറഞ്ഞ ശേഷം ഇതാ എല്ലാവരും ഇരുന്ന് അങ്ങനെ ചായയെല്ലാം കുടിക്കലാണ്.
ഇത് കുറച്ച് മാങ്ങയും റംബൂട്ടാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും മാങ്ങ മാത്രം ഭയങ്കര ഇഷ്ടം, ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അധികം മാങ്ങ വാങ്ങിക്കും. ബാക്കിയുള്ളതൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാനോ എനിക്കെന്തെങ്കിലും അങ്ങനെ പുഡിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനെല്ലാം ഉണ്ടെങ്കിൽ വാങ്ങിക്കും. അല്ലെങ്കിൽ മാങ്ങ തന്നെയാണ് വാങ്ങിക്കൽ കൂടുതൽ. പിന്നെ ഇന്ന് റംബൂട്ടാനും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് അടിപൊളി റംബൂട്ടാൻ കേട്ടോ. ചില സമയത്ത് നല്ല കിട്ടിയില്ല, ആ ഒരു അടിപൊളി ഐറ്റമാണിത്. പിന്നെ ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ സ്റ്റാൻഡില്ലേ, അത് മുന്നേ ഏതോ വീഡിയോയിൽ കാണിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ബാസ്ക്കറ്റിലെല്ലാം ഒന്ന് വെക്കലാന്ന്. ഇനിയിപ്പോൾ രാത്രിയൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തേങ്ങ വറുത്തെടുക്കാനുണ്ട്. അപ്പം അതൊന്ന് ഉണ്ടാക്കിയെടുക്കലാന്ന്. അതിന് വേണ്ടിയിട്ട് ഇതൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഹാഫ് സ്പൂണ് നേരിയരിയോ ചേർത്തിട്ടുള്ളത്. നേരിയരിയോ പുഴുങ്ങലരിയോ രണ്ടും എടുക്കാം കേട്ടോ. അതൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് ജീരകവും ഉള്ളിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു തേങ്ങ വറുത്തെടുക്കൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ എന്തായാലും വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കുറച്ച് ടൈം എന്തായാലും എടുക്കും, ഇത് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം. അപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പണിയിലുണ്ടെങ്കിൽ അതെല്ലാം തീർക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് വന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഒരുപാട് തേങ്ങയൊക്കെ വറുക്കുന്നുണ്ടെങ്കിൽ ഉള്ളിയും ജീരകലും കുറച്ച് അധികം ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുത്താൽ മതി. ഇതാ തേങ്ങയിൽ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്കിതിൻ്റെ ചൂടെല്ലാം പോയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചൂടെല്ലാം പോട്ടെ. പിന്നെ മഗ്‌രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കറിയുടെ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ഇതൊന്ന് മാറ്റി വെക്കാം. രാത്രിയൊക്കെ ഉണ്ടാക്കുന്നത് മട്ടൻ തലക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇതാ ഒരു 2 ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ആക്കുക. ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നാൽ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മുളക് പൊടി, ഇതിപ്പം മുളകും മല്ലിയും കൂടി മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതൊരു 4-5 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഇതാ ക്ലീൻ ചെയ്ത് വെച്ച മട്ടൻ്റെ തലയും കുറച്ച് പീസും ഉണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് ഇളക്കിയെടുക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ. വലിയ തലയിലാണെങ്കിൽ നല്ല വലിയ കുക്കറിൽ വെച്ചാലാണ് നല്ലത്. അപ്പോൾ ഇതാ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഈ ഒരു തലക്കറിയെല്ലാം വെക്കുമ്പം കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടാകുമ്പോൾ കഴിക്കുമ്പോൾ നല്ല അടിപൊളിയാണ്. എന്തായാലും 1-2 ആൾക്കൊണ്ടൊന്നും ഇത് പറ്റില്ല. ഒരു 3-4 ആൾക്കാരെങ്കിലും, ഒരു 4-5 ആൾക്കാരെങ്കിലും വേണം ഇത് കഴിക്കുന്ന സമയത്ത്. പിന്നെ ഈ ഒരു തലക്കറി എന്ന് വെച്ചാൽ പാർട്ടികളിലും ഇങ്ങനെ നമ്മൾ പുതിയാപ്പിള സൽക്കാരെല്ലാം ഉണ്ടാവില്ലേ, എന്നാലും മെയിനായിട്ട് കണ്ണൂർ ഭാഗത്തെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു തലക്കറി. അപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്തായാലും കുറച്ച് ടൈം എടുക്കും. സാധാ മട്ടൻ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചധികം ടൈം വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് മട്ടൻ കുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ മട്ടൻ ഉണ്ടാക്കുമ്പോൾ ഒരു 10-15 മിനിറ്റോ മതി അതൊന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇത് എക്സ്ട്രാ ഒരു 10 മിനിറ്റ് വെക്കണം. ഒരു 25-30 മിനിറ്റ് എന്തായാലും വേണം ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കലാണ് കേട്ടോ. ഇനിയിപ്പം മട്ടൻ തലക്കറീൻ്റെ കൂടെ കഴിക്കാനായിട്ട് നെയ്ച്ചോറ വെക്കുന്നത്. അപ്പം അതിൻ്റെ അരിയൊക്കെ ഒന്ന് അളന്നെടുക്കലെല്ലാം ആണ്. അങ്ങനെ നമ്മൾ നോക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പണി തീരും. കറിയെല്ലാം ആയി പിന്നെ ചെയ്യുമ്പം എന്നോ ടൈം പോകുമല്ലോ. അപ്പം ആ ഒരു ഗ്യാപ്പിൽ ഇങ്ങനത്തെ പണികൾ തീർത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഒരു അരമണിക്കൂർ മുന്നേ പണികൾ തീർന്നു കിട്ടും. അപ്പോൾ ഇതാ ഗീ റൈസിന് ആവശ്യത്തിനുള്ള അരിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കലാണ്. ഈ ഒരു ഇതില്ലേ മഗ്ഗിൽ നമുക്കിങ്ങനെ സൈഡിലൂടെ വെള്ളം പോകാനുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അരിയൊക്കെ ഒന്ന് കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പം ഇതാ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കലാണ്. പിന്നെ ഈ ഒരു അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് കെറ്റിൽ ചൂടാകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഷ്റഫ് അരിയാണ് കേട്ടോ വാങ്ങൽ. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ആ ഒരു രീതിയിൽ എടുക്കൽ. അപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയും ഗീയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയൊരു പീസ് ഉള്ളിയും ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അരിയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. വെള്ളം ഒന്ന് തിളച്ച് വന്നാൽ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഒരുപാട് പ്രാവശ്യം ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. ഒരു 2 പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നെയ്ച്ചോറൊന്ന് ആവുന്നവരെ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇതാ മട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങ ഒന്ന് വറുത്ത് അരച്ചൊഴിക്കാനാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു മട്ടൻ തലക്കറിയിൽ വെള്ളമൊക്കെ കൂടുതലുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് കുറച്ച് വറ്റിച്ചെടുക്കുക. അതിന് ശേഷം തേങ്ങ ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ വറുത്ത് വെച്ച തേങ്ങയില്ല, അതിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കലാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ചധികം തേങ്ങ വറുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഈ ഒരു കറിക്ക് ആവശ്യത്തിനുള്ള തേങ്ങ മാത്രം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കലാണ്. ഇത് കറിയിലൊന്ന് തിളക്കുന്ന സമയത്ത് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം തേങ്ങയെല്ലാം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ മട്ടൻ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, ഇത് കുക്കായിനോ എന്നുള്ളത്. ഇതിപ്പോൾ കുക്കായിട്ടില്ലെങ്കിൽ എന്തായാലും കഴിക്കാൻ കഴിയില്ല, അതെന്തായാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും ഇതാകുമ്പോൾ ഇത് വലിയ പീസല്ലേ, അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിന് ശേഷം തേങ്ങയൊക്കെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഗീ റൈസും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രാത്രിക്കുള്ള ഫുഡിൽ റെഡി ആയിട്ടുണ്ട്. ഗീ റൈസും മട്ടൻ തലക്കറിയിലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തേങ്ങ വറുത്തപ്പം കുറച്ച് ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു ബാഗിലോ അല്ലെങ്കിൽ നല്ലൊരു കണ്ടെയ്നറിലോ ഇട്ടിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇങ്ങനെ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കറിയിൽ ഉണ്ടാക്കുമ്പോൾ ഈസിയാണെന്നല്ല. ആ ഒരു സമയത്ത് തേങ്ങ വറുക്കാനൊന്നും നിൽക്കണ്ട, വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ കുറേ അധികം ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചാലും നല്ലതാണ്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ബാക്കി വന്നതെല്ലാം ഈ ഒരു പ്ലാസ്റ്റിക് ബാഗിലിട്ടിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കലാണ്. അപ്പോൾ ഇതാ എല്ലാം ഫുഡെല്ലാം കൊണ്ടുവച്ച് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കലാന്ന്. അപ്പോൾ ഈ ഒരു രീതിയിൽ തലക്കറി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ, ഇഷ്ടമാവും. നമുക്ക് പാർട്ടിയിലുണ്ടെങ്കിൽ സ്റ്റാർ ആവാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പം എപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.